നമ്മള് കൽപ്പാത്തി പോവാൻ പോണം. അതാണ് ഞാൻ ഈ ഒരു ലുക്കിലൊക്കെ. ആർക്കും എന്റെ ഒരു വിലയില്ല. കോട്ടയുടെ മുമ്പിൽ 3 സുന്ദരികളാണ് നിൽക്കുന്നത്. കോട്ടയിലെ റാണികള്. അങ്ങനെ നമ്മള് കൽപ്പാത്തി അഗ്രഹാരത്തിന്റെ അവിടെ എത്തി. ഷിനിയാന്റിക്ക് അറിയില്ല ഷിജിയാന്റി ഉള്ള കാര്യം. അതാണ് ഇവിടുത്തെ ഒരു സർപ്രൈസ് എലമെന്റ്. എന്തായാലും പാലക്കാട്ടേക്ക് വെൽക്കം, മോസ്റ്റ് വെൽക്കം. ഗൈസ്, നമ്മള് പാലക്കാട് പോവാണ്. നമ്മുടെ ഇളയ ആന്റിയുടെ ഷിനിയാന്റിയുടെ വീട് അവിടെ ഉണ്ട്. ഷിനിയാന്റി ഗുഡ് മോർണിംഗ്. ആ ലൊക്കേഷൻ ഒന്ന് അയച്ചിടാവോ? ഞാൻ വിളിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ടാണ്. കുഞ്ഞമ്മ അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ മാരകമായ മഹാമാരിയെ രക്ഷിക്കും. തന്റെ തോൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളു. ഡാഡി ചില്ല് ചെയ്യാൻ പോയിരുന്നു ഒറ്റയ്ക്ക്. ചോറ് ഇരിക്കുന്നുണ്ട്, ഓവലിന്റെ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ചിക്കൻ ചൂടാക്കിയിട്ട് ബ്രെഡ് എടുത്ത് കഴിച്ചു. അപ്പൊ പോയിട്ട് വേറെ എല്ലാം എടുത്ത് വെച്ചാ പെട്ടിയൊക്കെ എടുത്ത് വെച്ചു. നമ്മള് പാലക്കാട് പോവാണ്. കുതിരാൻ വഴി പാലക്കാട്. വേറെ വഴി പാലക്കാട് ഏതാ മറ്റപ്പാലം? അതറിയില്ല, ഞാൻ പിന്നെ പറഞ്ഞുള്ളൂ. ഇപ്പൊ 6:10. എത്ര മണിക്ക് എത്തും നമ്മള് തമ്മി? ഗൈസ്, നമ്മൾ എത്തി ഷിനിയാന്റിയുടെ വീട്ടില്. ഇപ്പൊ ഒരു മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ്. ഷിനിയാന്റിക്ക് അറിയില്ല ഷിജിയാന്റി ഉള്ള കാര്യം. അതാണ് ഇവിടുത്തെ ഒരു ഫൺ എലമെന്റ്, സർപ്രൈസ് എലമെന്റ്. എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അതാണോ ആ പട്ടി ഇരിക്കുന്ന വീട്? 36 നമ്പർ വെയിറ്റിംഗ് ഫോർ പട്ടി. അതെ, ഇതല്ലേ? ഇതല്ല, 16. ഇതല്ലേ ആ പച്ച വീടിന്റെ അപ്പുറത്തെ വീട്. ഹൗസ് നമ്പർ 36. ആരെങ്കിലും പാലക്കാട് വരുന്നുണ്ടെങ്കിൽ മറക്കണ്ട, ഹൗസ് നമ്പർ 36. ഷിനിയാന്റി എല്ലാവർക്കും ശരിക്കും ഫുഡ് വരും. ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അയച്ചേട്ടൻ വണ്ടി ഓടിക്കണു. ഇത് ഷിനിയാന്റിയുടെ ചുരിദാർ മുകളിൽ ഉണക്കാനിട്ടിക്കണു. ഇതന്നെ വീട്. വണ്ടി ഇറങ്ങും. അത് നമ്മുടെ വണ്ടിയല്ലേ? അതെ അതെ, ചിൻസനങ്ങളുടെ വണ്ടി. നമ്മള് പറഞ്ഞ ഷിനിയാന്റി ഇനി വേറെ ടൂർ പോവാണോ? നിങ്ങൾ എന്നോണ്ട് ഞാൻ പോവാണെന്നൊക്കെ. ഇതാരാ നോക്ക്. ഷിനിയാന്റി നമുക്കിപ്പോ നോക്കാം. ഷിനിയാന്റി വരുമ്പോഴുള്ള എക്സ്പീരിയൻസ്. എനിക്ക് അത് കാണാനായിരുന്നു രസം. ഷിനിയാന്റി ഷിജി വന്നില്ലേ? അവർക്ക് സർപ്രൈസ് എനിക്ക് നേരത്തെ അറിയാം. അത് അവൾ ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞു വെച്ചില്ല ഒരാളടുത്ത്. അവര് പറഞ്ഞു ഇപ്പൊ ആര് സർപ്രൈസ് ആയി? സർപ്രൈസ് ആയിട്ട് എന്നിട്ട് വിശേഷം? നല്ല വിശേഷം. എന്തായാലും പാലക്കാട്ടേക്ക് വെൽക്കം, മോസ്റ്റ് വെൽക്കം. ഇനി ഒരാഴ്ച നമുക്കേ ഇവിടെ അടിച്ചു പൊളിക്കാം. ഓ, എന്തായാലും നിനക്ക് ലീവ് വരുന്നല്ലോ, അതുവരെ നമുക്ക് അടിച്ചു പൊളി. ഇവിടെ സ്ഥലങ്ങളുണ്ട് കാണാൻ. മലമ്പുഴ, ഇലമ്പുഴ, കവ. ഇങ്ങനെ വരുമ്പോ പറയണ ആര് സർപ്രൈസ് ആയി. ഭയങ്കര അതായത് ഇവര് 5 മക്കളാണല്ലോ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു. ഷിജി വരുന്നുണ്ട്, ആരോടും പറയണ്ട, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എങ്ങനെ ഇരിക്കണേ? എന്നിട്ട് ഷിനിയാന്റി സർപ്രൈസ് ആയോ? ഞാൻ എനിക്ക് നിങ്ങൾ വന്നതിൽ സർപ്രൈസ് അല്ല, ഹാപ്പിനെസ്. ഇങ്ങോട്ടേക്ക് ആരും വരാനില്ലല്ലോ ഞങ്ങൾക്ക്, കസിൻസ് ആയിട്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോ ഒരു സന്തോഷം. ഗൈസ്, നമ്മളിവിടെ ടാനിഷിന്റെ മുറിയിലേക്ക് കയറാണ്. ഗൈസ്, അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഷിനിയാന്റി നല്ല അടിപൊളി ഉള്ളി സാമ്പാർ. അത് ഞാൻ അങ്ങനെ നമ്മള് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാറില്ല അല്ലേ? മറ്റേ കുഞ്ഞുള്ളി സാമ്പാറും ഇഡ്ഡലിയും മുട്ട പുഴുങ്ങിയതും, അതും വേറെ രീതിയിലാണ്, മറ്റേ പോസ്റ്റെഗ് പോലെ. പിന്നെ ചക്കട, ടൊമാറ്റോ ചട്നി, തേങ്ങ ചട്നി. താങ്ക് യു ഷിനിയാന്റി. റിച്ച് ആണല്ലോ ഷിനിയാന്റി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പാലക്കാട് വരുമ്പോഴേ ഇവര് ഇഡ്ഡലി ദോശ കഴിക്കാറുള്ളൂ. അവിടെ മുട്ട, അപ്പം, പുട്ട്, നൂൽപുട്ട്, സ്റ്റൂവ്, ചിക്കൻ കറി. ഇവിടെ പാലക്കാട് ആവുമ്പോ ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചമ്മന്തി. ഇഡ്ഡലി എങ്ങനെയുണ്ടാ? 2 വാക്ക്. കൊറേ മാസങ്ങൾക്ക് ശേഷം കഴിക്കണ എനിക്കറിയില്ലേ. സാമ്പാർ നന്നായിട്ടുണ്ട്. സാമ്പാർ സൂപ്പർ, നല്ല അടിപൊളി സാമ്പാർ. മമ്മി നന്നായി ഉള്ളി സാമ്പാർ ഉണ്ടാക്കും. ഷിൻസനും ഉള്ളി സാമ്പാർ ഇഷ്ടമാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ കഷ്ണങ്ങൾ ഇഷ്ടമല്ലാതെ സാമ്പാർ കഴിക്കുന്നവർക്ക് ഇഷ്ടാവും. എനിക്ക് ഇഷ്ടം. മസാല നന്നായിട്ടുണ്ട്. തക്കാളി ചട്നി ഇതെല്ലാം കൂടി ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ ശരിയായിട്ട് ഇഡ്ഡലി സാമ്പാർ എന്റെ അടുത്ത് എത്തോന്ന് പറയാം.
സൂപ്പർ സൂപ്പറായിരുന്നു. ശരിയടി, ഞാൻ വെറുതെ പറയണല്ല. പക്ഷെ പണ്ടത്തെ സ്പീഡ് കിട്ടുന്നില്ലാടെ എനിക്ക്. പ്രായമായില്ലേ? പ്രായമായെന്ന് ഞാൻ പറയാ, ശരിയാണ്. അത് ഞാനിങ്ങനെ പണ്ടത്തെ സ്പീഡ് കിട്ടില്ല എന്ന് പറയുമ്പോ ഷിൻസൻ പറയും അതാണ് പ്രായമായി എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് വന്ന് ഫസ്റ്റ് ട്രിപ്പ് ഇറങ്ങിയേക്കാണ്. ഇങ്ങോട്ടേക്ക് ഷിനിയാൻഡി മലമ്പുഴ കാച്ച്മെന്റ് ഏരിയ. ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കേട്ടോ. മസ്റ്റ് റെക്കമെൻഡഡ് സ്പേസ്. ഫ്രീയും ആണ്, ഒരു ടിക്കറ്റോ സംഭവം അങ്ങനെയൊന്നും ഇല്ല. കേരളത്തില് ഭംഗിന്ന് തോന്നുമ്പോ എനിക്ക് കൂടുതലും നമ്മുടെ അതിരപ്പിള്ളിയൊക്കെയാണ് എനിക്ക് കൂടുതൽ ആ ഒരു അതിനേക്കാൾ രസമുണ്ട്. പാലക്കാടിന്റെ പ്രത്യേക ഭംഗി അല്ലെങ്കിലും ഉണ്ട്. അല്ല, നമ്മള് ഇതിനെന്താ പറയാ, മലയുണ്ട്, ഗ്രീനറി ഉണ്ട്, വെള്ളമുണ്ട്. എന്ത് കാണണം നമുക്ക്? ഒരു യൂറോപ്യൻ കൺട്രിയിലും പോകണ്ട, ഇവിടെ വന്നാൽ മതി. സൂപ്പർ. ഷീജ പഠിച്ചു. മഴ പെയ്ത് ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും കാണാനും, നല്ല കാറ്റ്, അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ്. ഇതില് കുളിക്കാനൊക്കെ പറ്റുമോ? അയ്യോ, കുളിച്ച ചെളിയാണ് അടിയില്. സ്വിറ്റ്സർലൻഡ് പോകണ്ടെന്ന് പറയണേ ഇവരോട്. അപ്പൊ ഈ ആന്റി അവര് പറയണേ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയുന്ന മനസ്സിൽ. ഇനി മമ്മീനെയും ഡാഡീനെയും കൂടെ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് വരാ, ഷിനാൻഡിനെ സ്വിറ്റ്സർലൻഡ്. ഗൈസ്, ഇങ്ങനെ ഇവരിങ്ങനെ ഒരുമിച്ചൊക്കെ കിട്ടല് വളരെ കുറവാ. എന്നാലും ഫുള്ള് ആൾക്കാരൊന്നും ആയിട്ടില്ല. ബട്ട് ഉള്ളവരെ വെച്ച് നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഇനി നമ്മൾ എങ്ങടാ പോണേ? അയ്യോ, നീ അങ്ങനെയൊക്കെ ഇനി നമ്മ വീട്ടിൽ പോയിട്ട് വല്ല ചെമ്മീൻ ബിരിയാണി കഴിക്കാം. അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കിച്ചണില് കാര്യമായിട്ടുള്ള ബിരിയാണി, കട്ട്ലേറ്റ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്താണെന്ന് പോയി നോക്കാം. Come on, guys. 3 പേരും കുക്ക് ചെയ്യണു. ഇതല്ലേ സ്ത്രീ സമത്വം. എന്തായിരുന്നു സ്പെഷ്യൽ ആന്റി? ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ഫിഷ് കട്ട്ലേറ്റ്, അച്ചാറ്, ചിക്കൻ ഫ്രൈ ചെയ്യണം. ആർക്കും എന്റെ ഒരു വിലയില്ല. ഷിനി ആന്റീനെ സാധാരണ പൂനമാവില് വന്ന കുക്കിംഗ് സെക്ഷനിൽ കേട്ടാറില്ല. എന്റെ അപ്പൊ അവരൊക്കെ വിചാരം ഷിനി ആന്റി കുക്ക് ചെയ്യില്ല, ഓരോ ഉണ്ണിയാവോ വന്ന് പിള്ളേരോടെ കളിച്ചോന്ന് പറയും. അപ്പൊ ഇവര് തെളിയിക്കണ്ടേ, വല്ലപ്പോഴും വന്നോണ്ട് ആർക്കും എന്റെ വിലയില്ല. ഷിനി ആന്റി പച്ചക്കറി അരിയ്, സവാള അരിയ്, അതൊക്കെ എന്റെ ഡ്യൂട്ടി. ചിക്കൻ, ഫിഷ് കട്ട്ലേറ്റ്, പ്രോൺസ് ബിരിയാണി, അച്ചാറ്, സാലഡ്. ഇത് ബനാന വൈൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് പിറ്റേസിൽ വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ കൽപ്പാത്തി പോവാൻ പോണം. അതാണ് ഞാൻ ഈ ഒരു ലുക്കിലൊക്കെ. ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് മുല്ലപ്പൂ ഒക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് സെറ്റ് ആയി. മറ്റേ പാട്ടില്ലേ, ഏതാണ്, വീടൊരുങ്ങി. പാട്ടറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു റീൽ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ എന്തായാലും ഓഫ് ടു കൽപ്പാത്തി. ടാനിഷിന്റെ ഫോട്ടോഷൂട്ട് പരിപാടികളാണ് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡൽസ് ഇവിടെ 3 പേര് നിപ്പുണ്ട്, അല്ല 4 പേര് നിപ്പുണ്ട്. ചിനിയാനി അവൻ തകർക്കണ്ട കേട്ടോ ഫോട്ടോ എടുത്ത്. പഠിപ്പിച്ച് അവന്റെ എക്സ്പെർട്ട് ഫോട്ടോഗ്രാഫറായി. ഷിൻസനങ്ങൾ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ ഉഷാറാവട്ടെ കാര്യങ്ങൾ. അടിപൊളി. ഇന്ന് കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത്. കൽപ്പാത്തി അമ്പലത്തിലൊന്ന് കേറിക്കോ. ഓക്കെ, നേർച്ച വിട്ടേക്കാം. നേർച്ചിട്ടോ, നല്ല കാര്യം. അങ്ങനെ നമ്മൾ കൽപ്പാത്തി അഗ്രഹാരത്തിന്റെ അവിടെ എത്തി. ഫോട്ടോസ്, വീഡിയോസ് എടുക്കണം, അതാണ് ഉദ്ദേശം. അവിടെ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ വിൽക്കണ ചേട്ടന്മാരുടെ കട കണ്ടു. അവിടെ ചേച്ചി ആയിരുന്നെങ്കിൽ മുടി തലയിൽ വെപ്പിക്കായിരുന്നു. പൂ തലയിൽ ആ ചേച്ചിനെ കൊണ്ട് വെപ്പിക്കായിരുന്നു. അതൊക്കെ ഒരു നല്ല വിഷ്വലായിരുന്നു. കോസ്റ്റ്യൂം തീർന്നിട്ടില്ല, അതിനൊരു അന്ത്യം ഉണ്ടാവില്ല. ഇത് റെക്കോർഡല്ല, ഇതിങ്ങനെ പിടിക്കണമെന്നില്ല. ഞാന് ഷീജന്റെ കൈ തന്നു, ഞാനത് പിടിച്ചപ്പോ ഇനി എന്തെങ്കിലും കാണിക്കണോ ആവോന്ന് ദൈവത്തിന് അറിയാലോ. നമ്മള് ഇതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല മഴയായിരുന്നു, പൊടിമഴ പോലെ. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആ ഒരു മഴ തീർന്ന ആ ഒരു ക്ലൈമറ്റ് നല്ല രസം. സിനിമ ആക്ട്രസ് പോലെ ഉണ്ട്, 2 ക്യാമറ ഒക്കെ ആയിട്ട് നിന്റെ കൂടെ നടക്കണം. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്റെ ലുക്ക് കണ്ടിട്ട് പറഞ്ഞു വന്ന്. ഗൈസ്, അങ്ങനെ ഫോട്ടോഷൂട്ടിന് മുമ്പുള്ള നമ്മുടെ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇത് ചേരണ്ടോ നോക്കി, ചേരണ്ടെന്ന് തോന്നി, അങ്ങനെ വെച്ചു. വീഡിയോ എടുത്ത് നോക്കിയപ്പോ നന്നായിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ കൽപ്പാത്തിയിലെ ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി കോഫിയൊക്കെ കുടിച്ചു. ആ മാമിസ് അച്ചാർ കഴിക്കാൻ പറ്റിയില്ല, അതിനുള്ള ഒരു മഴ പെയ്തു. അതിന്റെ ഇടയിൽ ആകെ കുറച്ച് മെസ്സപ്പായി. പക്ഷെ എന്നാലും നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, പോയി നോക്കിക്കോൾട്ടാ. അങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് അവിടുത്തെ ഇങ്ങനെ വീഡിയോയിൽ എടുക്കാം. നമുക്ക് വ്ളോഗിൽ അത് അത്ര ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മഴയും തിരക്കും പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഈ കോട്ടയുടെ പുറത്തു കൂടെ ഷിൻസനങ്ങൾ എപ്പോഴും നടക്കാറുണ്ട്, ജോഗിങ്ങിന് വേണ്ടി എന്ന് പറയാറുണ്ട്. അപ്പൊ ഷിൻസനങ്ങൾ എപ്പോഴോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വേറെ കസിൻസ് വന്നു കണ്ടപ്പോഴാണ് കോട്ടയുടെ അകത്ത് ഇത്രയും നല്ല ഈസ്തറ്റിക് സംഭവങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടെ മുഴുവൻ ആമയൊക്കെ
ഗൈസ് ഈ കുളം മൊത്തം ആമയാ. കുളം എന്താണ് അതിന് ലേക്കാ എന്തോ നിറച്ചു ആമ. പണ്ട് ഇവിടെ മുതലുണ്ടായിരുന്നു ടാനി പറയണേ. അവൻ തള്ളന്താണോന്ന് അറിയില്ല, എന്തായാലും ആമ ഉണ്ടായിരുന്നു. മുതലുണ്ടായിരുന്നു. ഇപ്പൊ കൊറേ ആമയുണ്ട്, മീനുണ്ട്. ആന്റിമാരുടെ ഫോട്ടോഷൂട്ട് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ മുമ്പിൽ 3 സുന്ദരികളാണ് നിൽക്കുന്നത്. കോട്ടയിലെ റാണികള്. മമ്മി മമ്മി ഭയങ്കരമായിട്ടോ. നിങ്ങൾ ഞാൻ ഫോട്ടോ ഗൈസ് ഈ കോട്ടയത്തിനകത്ത് മെയിൻ ആയിട്ട് ഒരു അമ്പലവും കുഞ്ഞൊരു അമ്പലം ഉണ്ട്. പിന്നെ ജയിലുണ്ട്. ജയില് കാണാൻ ഇപ്പൊ നമ്മള് സെറ്റ് സാരി കൊടുത്ത് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ജയില്. അതെ, ഇവിടെ ഇപ്പൊ പ്രശ്നേഴ്സ് ഇല്ല. എന്ത് ഭംഗി. ഇവിടെ പ്രശ്നേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ആലൊക്കെ നോക്കടാ, ആ മാവ് കണ്ട അതിങ്ങനെ പോയി. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മാവ്. ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് പുതിയത് പണിയാണ് പഴയ കോട്ടയാണ്? അത് വെളുത്തിരിക്കണെന്താ? അല്ല അത് മാത്രം എന്താ വെളുത്തിരിക്കണേ? ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന്, നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അത് അവിടെ ഓട്ടയുണ്ട്, പിന്നെ അത് അവിടെ ഓട്ടയുണ്ട്. എടി ഇത് അവിടെ കുറെ ഓട്ടകൾ വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട് നമുക്കത് കാണാനും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും നടന്നിട്ട് അങ്ങനെ. അഗ്രഹാരത്ത് എന്റെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. ഈ കോട്ടയില് അമ്മമാരുടെ ഫോട്ടോഷൂട്ട്. കോട്ട ഞങ്ങൾ പിടിച്ചെടുത്തു. കൗണ്ടറുകള് അഗ്രഹാരത്തിൽ ഇവയും കോട്ട ഞങ്ങൾ 3 പെൺപുലികള്. മമ്മി ചിലപ്പോ വെള്ളം കലാല ഓട്ടയായിരിക്കും കേട്ടോ. അല്ല പണ്ട് നമ്മ ഈ സിനിമകളിലൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആവുന്ന വഴി ഇങ്ങനെ വലിയ നീളത്തുള്ള സാധനം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനായിരിക്കും. ഇതും താഴെയാ, അത് മേലെയാ. അപ്പൊ എന്താ വെച്ചാ അത് കടന്ന് മേലെയുള്ളതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എവിടെയായിരിക്കും ഷിജാന്റി മറ്റേ അഗ്നിമൂല? ഇവിടെ അഗ്നിമൂല കണ്ടുപിടിക്കാനായിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞാൻ. എവിടെ കൊണ്ടുവന്ന് അഗ്നി വെക്കണം. ഞാനല്ലേ സാധാരണ അങ്ങനെ എൻജോയ് ചെയ്തപ്പോ ഇങ്ങനെ പുറത്തേക്ക് വരാൻ കുറെ നാളായിട്ട് ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കുക. ഇവര് വിളിച്ചാലും ഞാൻ പോകാറില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തന്നെ ശാഖയും എടുത്ത് ഇറങ്ങി. പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഇന്നലെയും ഇന്നൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി. ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് എനിക്ക് മയില്. അത് എന്റെ ഒരു സ്വപ്നായിരുന്നു. അടുത്ത് കാണണം. ഞാൻ അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഇവരൊക്കെ പാലക്കാട് വന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. പാലക്കാട് വരാൻ ഇഷ്ടമാണ്. എങ്കിലും സ്ഥലങ്ങൾ കാണാം. നമുക്ക് മലമ്പുഴ വരണം, ഫാന്റസി പാർക്കിൽ പോണം, തിരിച്ച് വീട്ടിൽ വരണം, ഒരു സിനിമ കാണും, ബിഗ് ബസാർ. മക്കളൊക്കെ നമ്മുടെ കൂടെ ഇല്ലാത്ത അവര് അവരുടേതായ ലോകത്തേക്ക്, നമ്മളും നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ലവ് വേണം, നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾ എൻജോയ് ചെയ്യണം. അല്ല ഇത് എടുത്തിട്ട് അത് പറയാ. മക്കള് പറഞ്ഞ അല്ല, അലക്സ് ആയാലും അവര് എന്തോന്നാ പറഞ്ഞ, മമ്മി ഇനി മമ്മിക്ക് വേണ്ടി ജീവിക്കേ. അതാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതിനെ സാക്രിഫൈസ് അല്ല, അന്തോണിയും പറഞ്ഞു മമ്മി പോണേ മുമ്പ് മമ്മിക്ക് കാശ് അയച്ചാരാന്ന് പറഞ്ഞു. മമ്മി ഇതിന് വീട്ടിലിരിക്കണേന്ന് ചോദിച്ചാൽ. ദുബായ് പ്ലാൻ ചെയ്തു, ബഹ്റൈൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുമ്പോ നിങ്ങൾ നാട്ടിലേക്കുള്ള പ്ലാനിങ്. അപ്പൊ പിന്നെ ഞങ്ങൾക്കത് മിസ്സായി. ശരിയാന്റിനെ കൂടെ ഞാൻ നിർബന്ധിച്ച് പാസ്പോർട്ട് എടുപ്പിച്ചതാ. ഇല്ലേ, എനിക്ക് പാസ്പോർട്ട് ഇല്ലെന്നൊക്കെ റിന്യൂ അല്ല അഞ്ഞ കാനഡയ്ക്കൊക്കെ പറക്കാൻ. അങ്ങനെ കോട്ടയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയേക്കാം. എന്റെ ഫുഡ് എത്തിയിട്ടാ, പൊറോട്ട മഷ്റൂം കറി. എല്ലാവരും ബിരിയാണി, ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്, പിന്നെന്താടാ ചിക്കൻ ബിരിയാണി, പൊറോട്ട. ഗൈസ് അങ്ങനെ നമ്മള് കൊല്ലംകോട് ആ ഒരു പാടമില്ലേ, കൊറേ ഇങ്ങനത്തെ കൊറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. നമ്മൾ അവിടെ എത്തിയേക്കാണ്. കുടിലിടം എന്നാ പേര്. ഓക്കെ, കുടിലിടം. എങ്ങനെയുണ്ടെങ്കിൽ അവരെ കാണാനായിട്ട്? നമുക്ക് എന്തായാലും കുറ്റം പറയണ്ട. കാരണം വൈകുന്നേരം പോലും കഴിക്കാൻ കിട്ടണ്ടായിരുന്നു. വെറുതെ ഇപ്പത്തെ ഒരു സുഖം ഉണ്ടാവേ. വൈകുന്നേരം ചെന്നാ കഴിഞ്ഞു പട്നിയായ പിന്നെ അത് അതിലും അതിപ്പോ നല്ലത് പറഞ്ഞു നടക്കുക. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി. മമ്മി കാളവണ്ടിയിലൊക്കെയാലോ? വലിക്കാത്ത വലിയണില്ല, പിന്നെ ഞങ്ങള് വിളിക്കേണ്ടി വരും. കാണാൻ സൂര്യകാന്തി ഏതാ മമ്മി ഏതാന്ന് മനസ്സിലാവണല്ലോ. വയ്യ, അജയ്ക്കുന്ന എന്തോ കാര്യമായിട്ട് ഭക്ഷണം കിട്ടും, എന്തോ പ്രതീക്ഷിച്ചുണ്ട്. ഇങ്ങനെ കാണിക്കാം എന്തെങ്കിലും ഇങ്ങനെ കെട്ടിപ്പിടിക്കടാ പപ്പൻ. കാലത്തിനൊത്ത് ഷീജാന്റി മാറി. ടെസ്നയുടെ അടുത്ത് എന്താ പറയാനുള്ള? ടെസ്നില്ല, എല്ലാം മിസ്സിങ്. ടെസ്നിക്ക് എല്ലാം രശ്മിക്കൊക്കെ വിഷമം വരുന്നുണ്ടോ? ഫോട്ടോസൊക്കെ ഇരുന്ന് കണ്ട്
ഷിജന്റെ കണ്ടോ എല്ലാരും ഫാമിലി ആയിട്ട് ഫോട്ടോ missing എടുക്കുന്നു. ആവും. ഒറ്റയ്ക്ക് എടുക്കുമ്പോ എന്താ പറയാനുള്ളത്? ഇത് കാണുന്ന ഷാജൻ ഞാൻ എൻജോയ് ചെയ്യുന്നു, അവരിത് കണ്ട് അസൂയപ്പെടട്ടെ. അപ്പൊ വിളിച്ചാൽ ഇനിയെങ്കിലും വരുമല്ലോ അവര്, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ലല്ലോ. അപ്പൊ ഷാജനങ്ങള് കാണുമ്പോ ഒരു കൊതി വരും, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ മാറി നിക്കില്ല. അതെ. ഓ എന്തൊരു സ്നേഹന്റെ പൊന്നോ. ചലിയിലേക്ക് വീണ്ടോട്ടാ, എനിക്ക് എടുക്കാൻ പറ്റില്ല. പൂജ വെച്ചു കാതിൽ കേന താലി നൂലും കൈവിട്ടോടിക്കാന്റി കൈവിട്ടോടിക്ക്. ഇത് സർക്കസ് പോലെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അതിഗംഭീരമായ യാത്രയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മനോഹരമായ കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോ സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് മെൻഷൻ ടു ഷിൻസൻ അങ്കിൾ, ഷിനി ആന്റി, ടാനിഷ്, ടെസ്ന ആൻഡ് ഫാമിലി. ഭയങ്കര ഹാപ്പി ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി 2 ദിവസം എന്ന് പറഞ്ഞപ്പോ ഡ്രസ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അവിടെ ഡ്രസ്സിനൊക്കെ നിന്നത്. അതെ, അങ്കിളുടെ കയ്യിലും മുണ്ടിനും ഷർട്ടിനും നന്ദി. അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതെ, അപ്പോ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി സംഭവങ്ങളൊക്കെ ഇവയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമും അടുത്ത വീഡിയോ വീണ്ടും കാണാം. കേസ് അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ.